ആ സൂറത്ത് ഇസ്രായിനെ അല്ലാഹു തആല തുടങ്ങുന്നതും അങ്ങനെയാണ്. സുബ്ഹാനല്ലദീ, അല്ലാഹു എത്ര പരിശുദ്ധനാണ്. എങ്ങനത്തെ അല്ലാഹുവാണ്? അസ്റാ ബിഅബ്ദിഹി, അവൻ തന്റെ നബിയെ, തന്റെ ദാസനെ രാത്രിയിൽ പ്രയാണം നടത്തി. നിശായാത്ര ചെയ്യുന്നതിനാണ് അസ്റ എന്ന് പറയുക. ബിഅബ്ദിഹി എന്ന് അല്ലാഹു അവിടെ പറയാനുള്ള കാരണം സ്വപ്ന ദർശനമല്ല, അടിമയെ കൊണ്ടുപോവുക തന്നെയാ ചെയ്തത്. അസ്റ ബിഅബ്ദിഹി, തന്റെ ദാസനെ കൊണ്ട് അഥവാ തന്റെ നബിയെ കൊണ്ട് അല്ലാഹു രാത്രി പ്രയാണം നടത്തി. മിനൽ മസ്ജിദുൽ ഹറാമി, മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഇലൽ മസ്ജിദുൽ അഖ്സാ, മസ്ജിദുൽ അഖ്സയിലേക്ക്. ഇവിടെയെല്ലാം നമ്മൾ നല്ലോണം മനസ്സിലാക്കണം. മസ്ജിദുൽ ഹറാമിൽ നിന്ന് പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് സ്വപ്നമല്ല, അത് ശരീരം കൊണ്ട് തന്നെയുള്ള യാത്രയാണ്. ഇലൽ മസ്ജിദുൽ അഖ്സാ, മസ്ജിദുൽ അഖ്സയിലേക്ക് പുറപ്പെട്ടു. രാത്രി യാത്ര നടത്തി, പ്രയാണം നടത്തി. അപ്പോൾ അത് സ്വപ്നമല്ല, അത് യാഥാർത്ഥ്യമാണ്, ശരീരം കൊണ്ട് പോയതാണ്. മസ്ജിദുൽ അഖ്സയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അള്ളാന്റെ കലാമായ ഖുർആനാ പറയുന്നത്. അല്ലദീ മസ്ജിദുൽ അഖ്സ, എങ്ങനത്തെ മസ്ജിദുൽ അഖ്സയാണെന്നറിയുമോ? ബാറകനാ ഹൗലഹു, മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗം നാം ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗങ്ങളിൽ നാം ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. മസ്ജിദുൽ അഖ്സക്ക് മാത്രമല്ല പ്രത്യേകതയുള്ളത്, അതിന്റെ ചുറ്റുഭാഗത്തിനും പ്രത്യേകതയുണ്ട്. തഫ്സീറുകളിൽ കാണാം മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗത്തിന്റെ ബറക്കത്ത് എന്താണ്? ബാറകനാ ഹൗലഹു, ആ മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗവും നാം ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. എന്താ ബറക്കത്ത് എന്നറിയുമോ? ആ മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗങ്ങളിൽ ഏതാനും ചില പ്രവാചകന്മാരുടെ പരിശുദ്ധമായ മസാറുകളുണ്ട്. മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗങ്ങളില് ഏതാനും ചില പ്രവാചകന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അവരുടെ ഷറഫാക്കപ്പെട്ട ഖബർ ഷരീഫുകളുണ്ട്. അപ്പൊ ആ മസ്ജിദുൽ അഖ്സക്ക് പ്രത്യേകതയുണ്ട്. മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗത്തിനൊരു ബറക്കത്തുണ്ട്. ആ ബറക്കത്ത് പ്രത്യേകമൊന്നുമല്ലാതെ അല്ലാഹുവിന്റെ പ്രവാചകന്മാരുടെ ഷറഫാക്കപ്പെട്ട ഖബർ ഷരീഫ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. എന്തിനാ അല്ലാഹു തആല കൊണ്ടുപോയത്? മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്. ആ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് പിന്നെ ആ ഖുബ്ബത്തു സുഹ്റായിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വാനലോകങ്ങളിലേക്ക് കയറിയിട്ടുണ്ട്. എന്തിനാണെന്നറിയുമോ? ലിനുരിയഹു മിൻ ആയാതിനാ, അല്ലാഹുവിന്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അല്ലാഹുവിന് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മസ്ജിദുൽ ഹറാമിൽ നിന്ന് ചുറ്റുഭാഗം പോലും ബറക്കത്താക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയിലേക്ക് അല്ലാഹു കൊണ്ടുപോയി. അല്ലാഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മനാമിലൂടെയാണ് ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇങ്ങനെ പറയേണ്ടതില്ല. ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ ഇസ്റാ മിഅ്റാജ് എന്ന് പറഞ്ഞാൽ റജബ് 27 രാത്രി നടന്ന ഇസ്റാ മിഅ്റാജ്, അത് സാങ്കല്പികമല്ല, അത് കേവലം ഒരു സ്വപ്ന ദർശനവുമല്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരം കൊണ്ട് തന്നെ യാത്ര ചെയ്തതാണ്. അതിൽ അവിശ്വസിച്ചാൽ അങ്ങനെ ഒരു യാത്ര നടന്നോ, അങ്ങനെ ഒരു യാത്ര സംഭവിച്ചുവോ? അതിൽ അവിശ്വസിച്ചാൽ അവന്റെ ഈമാൻ പൂർണ്ണമല്ല. അല്ലെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ എങ്ങനെയാണ് സിദ്ദീഖായത്? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ.
നബിമാരെ പറഞ്ഞ ഉടനെ തന്നെ അള്ളാഹു സിദ്ദീഖീങ്ങളെയാ പറഞ്ഞത്. എന്താ കാരണം എന്നറിയോ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഞാൻ പലവട്ടം പറഞ്ഞ വിഷയമാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നുബുവത്ത് ഒഴിച്ച് ഒരു പ്രവാചകന്മാർക്ക് ആവശ്യമായ എല്ലാ സ്വഭാവ ഗുണങ്ങളും അടങ്ങിയ ആളാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നുബുവത്തല്ലാത്ത ഒരു പ്രവാചകന്മാർക്ക് ആവശ്യമായ എല്ലാ സിഫാത്തുകളും എല്ലാ സ്വഭാവ ഗുണങ്ങളും അടങ്ങിയ ആളാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ എങ്ങനെയാണ് സിദ്ദീഖായി മാറിയത്? അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇസ്റാ മിഅ്റാജിന്റെ വിവരണവുമായിട്ട് സ്വഹാബത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി വന്നപ്പോ, എന്റെ പ്രിയപ്പെട്ട സ്വഹാബ, ഇന്നലത്തെ രാത്രി മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ഞാനൊരു പ്രയാണം നടത്തി എന്ന് സ്വർഗത്തിലെ പ്രത്യേക വാഹനമായ ബുറാഖുമായി ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. ആ ബുറാഖാകുന്ന വാഹനപ്പുറത്ത് ഞാൻ മസ്ജിദുൽ ഹറാം മസ്ജിദുൽ അഖ്സയിലേക്ക് പോയി. അവിടെ ഒരുപാട് പ്രവാചകന്മാർക്ക് ഇമാമത്തായി ഞാൻ നിസ്കരിച്ചു. അവിടുന്ന് ഖുബ്ബത്തു സഫ്റായിൽ നിന്ന് അല്ലാഹുവിന്റെ വാനലോകത്തേക്ക് കയറിപ്പോയി. അല്ലാഹുവിനെ നേരിട്ട് കണ്ടു. അല്ലാഹുവായിട്ട് അഭിമുഖ സംഭാഷണം നടത്തി. നിസ്കാരം നമുക്കുള്ള തഹിയ്യത്തായിട്ട് സമ്മാനമായിട്ട് അല്ലാഹു തആല സമ്മാനമായി നൽകിയെന്ന് ഈ വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞപ്പോൾ, ഈമാൻ ദുർബലമായ ചില ആളുകള് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ തന്നെ വേണ്ട വിധം ഈമാൻ യഖീനാവാത്ത ചില ആളുകള് ആ യാത്രയിൽ സംശയിച്ചു. ചില ആളുകൾ മുനാഫിഖീങ്ങളായി പുറത്തുപോയി. ശത്രുക്കള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഹസിക്കാൻ തുടങ്ങി. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് വേഗതയുള്ള കുതിരപ്പുറത്ത് യാത്ര ചെയ്യുകയാണെങ്കിൽ 2 മാസത്തെ വഴിദൂരം വേണം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പോരാൻ. ഒന്ന് പോയി വരണമെങ്കിൽ 2 മാസത്തെ വഴിദൂരം വേണം. വേഗതയുള്ള കുതിരപ്പുറത്ത് സഞ്ചരിക്കുകയാണെങ്കിൽ അത്രയും വഴിദൂരമുള്ള സ്ഥലത്തേക്കാണ് മുഹമ്മദ് ഒരു രാത്രിയിലെ ഏതാനും നിമിഷങ്ങളെ കൊണ്ട് പോയി വന്നു എന്ന് പറയുന്നത്. ശത്രുക്കള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഹസിക്കാൻ തുടങ്ങി. ഒരു കാര്യം ചെയ്യാം, മുഹമ്മദിന്റെ ഏറ്റവും വലിയ വിശ്വസ്തനാണല്ലോ സിദ്ദീഖ് അബൂബക്കറിനോട് നമുക്ക് ചോദിക്കാം, ഈ വിഷയത്തിൽ അബൂബക്കർ എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് സ്ഥിരീകരണം നടത്താം. സ്വഹാബികൾ പോയി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക്. അബൂജഹൽ ഉത്ബത്ത് പോലെയുള്ള ശത്രുക്കളും പിന്നാലെയുണ്ട്. അബൂബക്കറിന്റെ അടുക്കലേക്ക് അവർ ചെന്നു. അബൂബക്കർ തങ്ങളെ പുറത്തേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് ശത്രുക്കളാ ചോദിച്ചത്, അബൂബക്കറെ, മുഹമ്മദ് ഇങ്ങനെ ഒരു വിവരം പറയുന്നുണ്ട്, ഇന്നലത്തെ രാത്രി മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കും അവിടുന്ന് 7 ആകാശങ്ങളിലേക്കും പോയി എന്ന്, അവിടെ പ്രവാചകന്മാർക്ക് ഇമാമായി നിസ്കരിച്ചു എന്ന്, അല്ലാഹുവോട് അഭിമുഖമായി സംഭാഷണം നടത്തി എന്ന്, നിസ്കാരം തഹിയ്യത്തായി ലഭിച്ചു എന്ന് മുഹമ്മദ് പറയുന്നുണ്ട്. നിങ്ങൾ അതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? അബൂബക്കറെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു മറുചോദ്യം ചോദിച്ചു. എന്റെ റസൂൽ അങ്ങനെ പറഞ്ഞുവോ? എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞുവോ? അതേ, റസൂൽ മുഹമ്മദ് അങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ഞാനത് വിശ്വസിച്ചോ. ഞാനത് ചോദിക്കട്ടെ മുഹമ്മദിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞില്ല. ഞാൻ റസൂലുള്ളാഹിനോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞില്ല. ഞാനതിന്റെ സ്ഥിരീകരണം നടത്തട്ടെ എന്ന് പറഞ്ഞില്ല. ഞാനതിന്റെ വിശദീകരണം എന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞില്ല. എന്റെ റസൂൽ അങ്ങനെ പറഞ്ഞുവോ? അതേ, റസൂലുള്ള അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാനത് വിശ്വസിച്ചു. എന്നാ പിന്നെ ഞാനത് വിശ്വസിച്ചു. ഇനി അതിന്റെ അപ്പുറം ഇനി മറ്റൊന്ന് ചിന്തിക്കാനില്ല. അങ്ങനെയാണ് അബൂബക്കർ പിന്നീട് സിദ്ദീഖായി മാറിയത്. ഈ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഹദ്ദിഥീങ്ങളായ ഉലമാ രേഖപ്പെടുത്തുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്റാ മിഅ്റാജ്
മിഅ്റാജിനെ കുറിച്ച് ഒരാൾ അവിശ്വസിക്കുകയോ അതിൽ സംശയിക്കുകയോ ചെയ്താൽ അവന്റെ ഈമാൻ പൂർണ്ണമല്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയാനുള്ള കാരണം സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ ഇസ്രാ മിഅ്റാജ് സാങ്കല്പികമാണ് എന്ന്, അല്ലെങ്കിൽ അത് സ്വപ്ന ദർശനമാണെന്ന്, അങ്ങനെയുള്ള പല തെറ്റിദ്ധാരണകളുടെ മെസ്സേജുകള്, വീഡിയോ ക്ലിപ്പുകളെല്ലാം പ്രചരിക്കുന്നുണ്ട്. നമ്മളതിൽ വഞ്ചിതരായി പോകരുത്. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ മോചിസത്താണ് ഇസ്രാ മിഅ്റാജ്. ആ യാത്രയിലാണ് നമുക്ക് നിസ്കാരം അല്ലാഹു സമ്മാനമായി തന്നത്. ആ നിസ്കാരത്തിൽ ഇസ്രായിൽ മിഅ്റാജിൽ സംശയിക്കുക എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ വിഷയത്തിൽ സംശയിക്കലാണ്. നിസ്കാരത്തിന്റെ വിഷയത്തിലൊക്കെ സംശയിക്കുമ്പോ പിന്നെ അവന്റെ വിധി വേറെയാണ്. അല്ലാഹു നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാതെ കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരോട് അവസാനമായി ഓർമ്മപ്പെടുത്താനുള്ളത്, ഇസ്രാ മിഅ്റാജ് നിസ്കാരത്തിന്റെ വാർഷികമാണ്. നിസ്കാരമില്ലാത്തവൻ അവനെ കുറിച്ച്